ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദർശം നയനയും തിരികെ അനന്തപുരിയിലേക്ക് വന്ന വിവരങ്ങളെല്ലാം തന്നെ നാഗേന്ദ്രൻ അറിയുന്നുണ്ട്. അയാളുടെ മുമ്പിൽ ഇതുപോലെ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ലെന്നും അതുപോലെ അയാളുടെ മനസ്സിലുള്ള ഗൂഢതന്ത്രങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാനും കഴിയില്ല, അതാണ് അയാളുടെ സ്വഭാവം എന്നൊക്കെ നാഗേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ അഭിയോട് പറയുന്നുമുണ്ട്. അതുകൂടാതെ മോർത്തിസ് ജ്വല്ലറിയുടെ എം ഡി സ്ഥാനത്തു നിന്നും അനു പിന്മാറിയെന്നും തിരികെ എം ഡി സ്ഥാനം ആദർശന്റെ തലയിലേക്ക് തന്നെ വന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നാഗേന്ദ്രൻ അത് ഒട്ടും തന്നെ സഹിക്കാനും പറ്റുന്നില്ല കേട്ടോ. കാരണം നാഗേന്ദ്രയും അവന്തിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എം ഡി ആയിരിക്കുന്ന അനിയെ വിവാഹം കഴിക്കുന്നതോടുകൂടി മൂർത്തിസ് ജ്വല്ലറിയിൽ കയറി കൂടാൻ പറ്റുമെന്നും പതിയെ പതിയെ മൂർത്തിസ് ജ്വല്ലറിയുടെയും അതുപോലെ അനന്തപുരി തറവാടിന്റെയും മൊത്തം സ്വത്തുക്കളും നമ്മളിലേക്ക് തന്നെ വന്നു ചേരുമെന്നൊക്കെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചതൊക്കെ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളായിരുന്നു. ആദർശനെയും നയനെയും മുത്തശ്ശൻ എങ്ങനെയാണ് തിരിച്ച് അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം അഭി വിവരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആനയുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് മുത്തശ്ശൻ ഇത് വലിയൊരു ആഘോഷമാക്കി തീർത്തു. അതുകൂടാതെ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്തു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവന്തികയുടെ കാര്യം ഓർക്കുമ്പം എനിക്ക് ആകെപ്പാടെ വിഷമാവുകയാണ്. ആ അനിയെ വിവാഹം കഴിക്കണമെന്ന് അവളിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ അച്ഛാ. അവൻ ഇത്ര വിവരമില്ലായ്മ കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഒട്ടും സഹിക്കാത്തത്. അവൻ എം ഡി സ്ഥാനത്ത് തന്നെ തുടരുമെന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചത്. എന്നാൽ നമ്മൾ വിചാരിച്ചാലും അപ്പുറം ആ കാര്യങ്ങളൊക്കെ. ആദർശ് അവിടുന്ന് പടിയിറങ്ങി പോയപ്പോൾ വലിയ ഭാരപ്പെട്ട ഉത്തരവാദിത്വമല്ലേ അവന്റെ തലയിലേക്ക് എല്ലാവരും കൂടെ വെച്ചു കൊടുത്തത്. ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനായിട്ടാണ് അവൻ എം ഡി സ്ഥാനം ഒഴിഞ്ഞത്. ഇനിയിപ്പോൾ പഴയതുപോലെ ആദർശിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും എല്ലാ ഉത്തരവാദിത്തങ്ങളും. അവന്തിക കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയി പോകുമെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ടെന്ന് പറയുക കേട്ടോ. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരവസ്ഥ എൻ്റെ മോൾക്ക് ഉണ്ടാകാൻ പാടില്ല. എൻ്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ അവനുമായുള്ള ജീവിതം. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവൾക്ക് കിട്ടാതെ പോയാൽ പിന്നെ അച്ഛനാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ എന്തർത്ഥമാടാ ഉള്ളത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എം ഡി സ്ഥാനത്തേക്ക് വീണ്ടും അനിയെ തന്നെ കയറ്റണമെന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പൊ അഭി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നടക്കും വെച്ചാ? ഇപ്പൊ പണ്ടത്തേതിലും പ്രൗഢിയോടും പ്രശസ്തിയോടും കൂടിയല്ലേ അവൻ തിരിച്ചു വന്നേക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇനി എങ്ങനെ കാരണവരാ സ്ഥാനം അനിയുടെ കയ്യിലേക്ക് കൊടുക്കും? ഒരിക്കലുമില്ല. ഇനി എം ഡി സ്ഥാനത്തു നിന്ന് അവൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അത് മാത്രവുമല്ല, എം ഡി സ്ഥാനത്ത് തുടരാൻ എനിക്ക് ഒരാഗ്രഹമില്ലല്ലോ അച്ഛാ. അവനറിയാം ഈ ഭാരപ്പെട്ട ചുമതലയൊക്കെ തലയിലുള്ളത് കൊണ്ട് അവന്റെ കാര്യങ്ങളൊന്നും അവന് മര്യാദയ്ക്ക് നടത്താൻ പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആദർശ് എല്ലാം നോക്കി നടത്തുമ്പോൾ പോലും അവൻ ആ നന്ദുവിന്റെ പിന്നാലെയായിരുന്നു. ഇപ്പൊ ഓഫീസിലെ തിരക്കും കാര്യങ്ങളും കാരണം അവന് നന്ദുവിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ഒരു അകൽച്ച അവർ തമ്മിൽ ഉണ്ട് താനും. അതുകൊണ്ടായിരിക്കും ഇവൻ ഈ ഭാരപ്പെട്ട ചുമതലയെല്ലാം തിരിച്ചു ഏൽപ്പിച്ചത്. ഇനി എന്തായാലും നമ്മൾ സൂക്ഷിക്കണം അച്ഛാ. അവന്തിക മോക്ക് എന്തായാലും ഈ വിവാഹത്തിന് പിന്മാറാൻ സാധിക്കില്ല. അവളിപ്പോൾ അത്രത്തോളം അനിയെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് അവനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും അവിടെ ഉള്ളവർ പറയും, ഇത്രയും നാളും എം ഡി സ്ഥാനത്ത് അനി ഉണ്ടായിരുന്നുകൊണ്ടാണ് അനി ഈ വിവാഹം കഴിക്കാൻ ഇവള് താല്പര്യം കാണിച്ചെന്ന്. അങ്ങനെ ഒരു പേരുദോഷം കൂടി അവൾക്ക് കിട്ടാതിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ് കേട്ടോ. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, എന്തായാലും ഇങ്ങനെ ഒരു തോൽവി സംഭവിച്ചെന്നും പറഞ്ഞ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറാനൊന്നും പോകുന്നില്ല. മൂർത്തി എൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കും. അതിനിടയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. മൂർത്തിസ് ജ്വല്ലറിയെക്കാളും ഏൻ ജ്വല്ലറി പിന്നിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും കോടിയുടെ ആസ്തികളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ഭയന്ന് പിന്മാറേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇടയിലും ചില ചതിയന്മാരൊക്കെ കയറി കൂടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ തോൽവി നേരിടേണ്ടി വന്നത്. എന്തായാലും ഇനി നമ്മൾ മൂർത്തിയുടെ കൊച്ചുമോനെയും പതനം കാണാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ചെയ്യണം. ദുഃഖങ്ങളും ദുരിതങ്ങളും ആയിരിക്കണം ഇനി അനന്തപുരിയിൽ ഉണ്ടാവേണ്ടത്. ഈ സന്തോഷങ്ങൾക്കെല്ലാം പിന്നിൽ ഇനി അനന്തപുരിയിലുള്ളവര് ദുഃഖവും ദുരിതവും ഒക്കെ ആയിരിക്കണം അനുഭവിക്കേണ്ടത്. അതിലേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കണം. അതാണ് നമുക്ക് ആവശ്യം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും അവന്തിക മോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അനിയുമായിട്ടുള്ള വിവാഹം പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും വഴി നമുക്കൊരവസരം കിട്ടാതിരിക്കില്ലല്ലോ. മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി ആയിട്ട് ആദർശ് തുടർന്നു പോയാലും കമ്പനിയിൽ കയറിക്കൂടാൻ മോൾക്ക് സാധിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നൊക്കെ നാഗേന്ദ്രൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അഭി പറയുന്നുണ്ട്, അച്ഛാ, അമ്മയുടെ കാര്യം എങ്ങനെയാ? ഏൻ ജ്വല്ലറിയുടെ എം ഡി അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അമ്മയ്ക്ക് ആകെ ഭ്രാന്തളകിയ അവസ്ഥയിലാണ്. ആകെ സമനില തെറ്റിയ പോലെ അമ്മയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താ അച്ഛാ പ്രശ്നം? അമ്മ അച്ഛനെ എങ്ങനെ ചതിച്ചു എന്നാ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ അവളെ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും നിന്റെ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതും അവളുടെ സ്വഭാവം എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ടുള്ളതും ഞാൻ മാത്രമാ. അഞ്ചത്തിലും മയത്തിലും ഒക്കെ അവൾ അനന്തപുരിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ പണ്ടേ ആ കിളവൻ ജലജ അടിച്ച് പുറത്താക്കിയേനെ. അതുപോലെയാ അവളുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അഭി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ. അപ്പം പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും സമയമാകുമ്പം നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രൻ ആ വിഷയം അങ്ങ് ഒഴിവാക്കി വിടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ കാര്യമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അഭിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അഭി തിരിച്ച അനന്തപുരയിലേക്ക് തന്നെ ചെല്ലുകയാണ്.
അവിടെ ജലജയാണെങ്കിലും ഭയങ്കര ആലോചനയിലിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അമ്മയ്ക്ക് ഈയിടെയായിട്ട് ഇച്ചിരി ആലോചന കൂടുതലാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതെന്താടാ, എനിക്കിരുന്ന് ആലോചിക്കാൻ പാടില്ലേ? മനസമാധാനത്തോടെ ഒരു സ്ഥലത്ത് ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായോ ഇപ്പൊ ഈ വീട്ടില് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അല്ലമ്മേ, അമ്മ ഇങ്ങനെ തന്നെ മാറിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല, അമ്മ ഇപ്പൊ അലട്ടുന്ന പ്രശ്നം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എന്താ പ്രശ്നം എന്നുള്ളത് നിനക്കറിയില്ലേടാ, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാ ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്നത്. വീട് വിട്ട് ഇറങ്ങി പോയവരൊക്കെ തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ ചേക്കേറിയില്ലേ? അതുപോലെ വീണ്ടും എം ഡി സ്ഥാനം ആദർശിന്റെ കൈകളിലേക്ക് തന്നെ എത്തി. അതിൽ കൂടുതൽ എന്നെ നിരാശ ഉണ്ടാകാൻ വേറെ എന്താടാ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി തന്ത്രത്തിൽ എന്നെ ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അതൊക്കെ അങ്ങ് കഴിഞ്ഞു പോയ കാര്യമല്ലേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി നമ്മൾ അതേപറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അമ്മ വിഷമിക്കാതിരിക്കും. എന്തായാലും അമ്മ ഈ കാര്യം ഓർത്തല്ല ടെൻഷൻ അടിക്കുന്നുള്ളത് എനിക്കറിയാം. അമ്മയുടെ മനസ്സിൽ ഇപ്പൊ വേറെന്തോ കാര്യമുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ അമ്മ കാര്യം പറ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതല്ലാതെ വേറെന്താ ആലോചിക്കാനാടാ ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അമ്മ അച്ഛനെ കുറിച്ചല്ലേ ആലോചിച്ചോണ്ടിരുന്നേന്ന്. അപ്പൊ ജലജയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ, എന്താ നീ പറഞ്ഞേ? അച്ഛനോ? അയാളെ അച്ഛാന്ന് പോലും വിളിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ദുഷ്ടനാ അയാള്. അയാൾ എന്നോട് ചെയ്ത ചതി എന്താണെന്നൊക്കെ നിനക്കറിയാവോ? അയാളെ ഈ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളില്ല. അത്രയ്ക്ക് ദ്രോഹം അയാൾ എന്നോടും അച്ഛനോടും ഒക്കെ ചെയ്തത്. ആ ദ്രോഹിയുടെ പേര് ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്, എനിക്കത് കേൾക്കുന്ന പോലും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയുകയാണ്. അപ്പൊ അഭി ചോദിക്കുന്നുണ്ട്, അതെന്താമ്മേ അങ്ങനെ പറയുന്നത്? ശരിക്കും അച്ഛൻ എന്ത് ദ്രോഹമാണ് ഇവിടെ ഉള്ളവരോട് ചെയ്തത്? അമ്മയോട് എന്ത് ചതിയാ ചെയ്തെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ജലജ അത് പറയാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ, അത് ടിസ്റ്റായിട്ട് തന്നെ കിടക്കുകയാണ്. അബിയുടെ ചോദ്യമൊക്കെ കേട്ടിട്ട് ജലജ തിരിച്ച് ചോദിക്കുന്നുണ്ട്, എന്താടാ എന്താടാ നീ ഇതൊക്കെ ചോദിക്കാൻ കാരണം? എന്താ, നീ അയാളുമായിട്ട് സംസാരിച്ചോ? നീ അയാളെ നേരിട്ട് പോയി കണ്ടോ? അതോ അയാൾ നിന്നെ അന്വേഷിച്ച് നിന്റെ അടുത്തേക്ക് വന്നോ? നിന്നോട് അയാൾ സംസാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അയാളെ അങ്ങനെ കണ്ടൊന്നുമില്ല. ഞാനിങ്ങനെ ഡേവിഡ് സാറുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഡേവിഡ് സാറിന്റെ വായിൽ നിന്ന് ഇനി എന്തെങ്കിലും കിട്ടിയാലോ എന്നോർത്ത്. പക്ഷേ പുള്ളിക്കാരനും ഇത്രയൊക്കെ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അമ്മയും മുത്തശ്ശനും ഉൾപ്പെടെ ഉള്ളവരാ നാഗേന്ദ്രൻ എന്ന ആളെ ചതിച്ചെന്നാ പറയുന്നത്. അന്ന് ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് അയാൾക്കും ശരിക്കും അറിയാൻ പാടില്ലെന്നാ പറഞ്ഞ്. അതേക്കുറിച്ച് ഡേവിഡിനോടും അയാൾ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതാ ഞാൻ അമ്മയോട് തന്നെ ചോദിച്ചത്. അമ്മയ്ക്ക് അറിയാമല്ലോ എന്താ അന്നിവിടെ സംഭവിച്ചെന്നൊക്കെ ഉള്ളത്. അമ്മ തന്നെ പറ, എന്താ ഇന്നിവിടെ സംഭവിച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇല്ല അബി, എനിക്കിനി അത് പറയാൻ പോലും തോന്നുന്നില്ല. അത്രയ്ക്ക് വലിയ കടുത്ത ദ്രോഹം അവൻ എന്നോട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ജലജ അത് ഒഴിവാക്കി വിടുക കേട്ടോ. അപ്പൊ അബി കാര്യം അറിയാനായിട്ട് രണ്ടുപേരോടും ചോദിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും പറയുന്നില്ല കേട്ടോ. പക്ഷേ ഇത്രയും കോടികളൊക്കെ ആസ്തിയുള്ള അച്ഛനെ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വെറുക്കുന്നത്? പണ്ട് ചെയ്ത ദ്രോഹത്തിന്റെയും ചതിയുടെയും ഒക്കെ പേരിൽ ഇപ്പോഴും അച്ഛന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അമ്മ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നതും ഭയപ്പെടുന്നതും ഒക്കെ? എന്തോ ഒരു രഹസ്യം ഇതിന്റെ പിന്നിലുണ്ട്. അല്ലാണ്ട് അമ്മയിൽ ഈ ഒരു സ്വഭാവം വരേണ്ടതല്ലല്ലോ. കാശെന്ന് കേട്ടാ മരിക്കുന്ന അമ്മയല്ലേ, പിന്നെ എന്താ അമ്മയ്ക്ക് പറ്റിയത്? എന്തായാലും ഇതിന്റെ പിന്നിലുള്ള രഹസ്യം കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അബി ഇങ്ങനെ നടക്കുന്നത്. എന്തായാലും അബിക്ക് ആ രഹസ്യം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പിന്നെ അവന്തികയുടെ കാര്യമാണ്. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നവ്യ. അഭിയും നവ്യയും കൂടെ സംസാരിക്കുന്ന സമയത്ത് അവന്തികയുടെ കാര്യങ്ങളെല്ലാം തന്നെ അഭി പറഞ്ഞിട്ടുണ്ടല്ലോ നവ്യയുടെ അടുത്ത്. നവ്യ നമ്മുടെ കൂടെയാണെന്നും അവൾ അഭിനയിച്ച് നിൽക്കുന്നതാണെന്നും ഒക്കെ. അതുകൊണ്ട് തന്നെ അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടങ്ങണമെന്നൊക്കെ തന്നെയാണ് നവ്യ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യണതും. അനിയാണെങ്കിലും അവന്തികയ്ക്ക് ഇപ്പോൾ ഒട്ടും സ്പേസ് കൊടുക്കണില്ല കേട്ടോ. അവന്തികയെ കാണുമ്പോൾ തന്നെ അഭി എസ്കേപ്പ് ആകാനാണ് നോക്കുന്നത്. ഇനി അഥവാ അവന്തികയുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ പോലും അവന്തികയുമായിട്ട് അത്ര വലിയ സ്വരച്ചേർച്ചയിലൊന്നും അല്ല സംസാരിക്കുന്നതും പെരുമാറുന്നതും. അവന്തിക എന്ത് ചോദിച്ചാലും അതിനൊക്കെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന കണക്കിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അനി. ഈ വിവാഹം നടക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടക്കുന്ന കാര്യം പോലും ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. അതുകൊണ്ട് നീ എന്നെ വെറുതെ ചൊറിയാൻ വരരുത്. എൻ്റെ സകല പിടിയും വിട്ടാൽ ഞാനിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തന്നെ അനി അവധിയുമായിട്ടുള്ള അകലം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ജയനും അജയനും ഒക്കെ കൂടി നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നവ്യയുടെ ഫോണിലേക്ക് അടുപ്പിച്ച് 2-3 മെസ്സേജൊക്കെ വരുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അവന്തികയും നാഗേന്ദ്രൻ തമ്മിൽ നേരിട്ട് കാണുന്നതും അവർ സംസാരിക്കുന്നതും ഒരുമിച്ച് ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അത് അയച്ചു കൊടുക്കുന്നത് നവ്യയുടെ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ അത് കാണുമ്പോഴേക്കും നവ്യയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവന്തിക ഇവിടെയുള്ള എല്ലാവരും ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആബിക്ക് നാഗേന്ദ്രയുമായിട്ട് അടുപ്പമുള്ളതുപോലെ തന്നെ അവന്തികയ്ക്കും അടുപ്പമുണ്ടെന്നും ഇവർ ഒന്നിച്ച് നിന്ന് എല്ലാവരെയും ചതിക്കുന്നതാണെന്നും അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം എന്തിനാണ് ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയാണ് നവ്യ. ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നവ്യ ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുകയാണ് കേട്ടോ.
ആ സമയത്ത് അനിയാണെങ്കിലും ആകെ തല പുകഞ്ഞിരിക്കുകയാണ്. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം നടക്കും. പിന്നെ ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങളെല്ലാം മുത്തശ്ശനെ അറിയിക്കുകയും ചെയ്യണം. ഇപ്പം ഞാൻ പോയി പറഞ്ഞാലും ഇതാരും വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മറ്റാരെങ്കിലും കൊണ്ട് പറയിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ നവ്യ നേരെ ചെന്ന് നയനയോട് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. എന്നിട്ട് നയനയുടെ അടുത്ത് ഈ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നയനക്കും ആദ്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ഫോട്ടോ ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നയനയ്ക്കും വിശ്വാസം വരികയാണ്. അപ്പോൾ നയന ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അവന്തേക്കും നാഗേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടെന്നും അതുപോലെ അനിയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിവാഹ നിശ്ചയം നടത്തുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെ ഈ വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് നവ്യ നയനയുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന തന്നെ ഈ ഒരു വിവാഹം ട്രാപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്തികയ്ക്കെതിരെ ശക്തമായ തെളിവുകളുമായിട്ട് മുത്തശ്ശൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അവന്തികയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അബിക്ക് മാത്രമല്ല അവന്തികയ്ക്കും നാഗേന്ദ്രയുമായിട്ട് ബന്ധമുണ്ടെന്നും അവൾ നമ്മളെല്ലാം ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയായിരുന്നു എന്നും പറയുകയാണ്. അതുപോലെ ഇവിടെ എല്ലാവരുടെ മുമ്പിലും നല്ല പിള്ള ചമഞ്ഞെന്ന് നമ്മുടെയൊക്കെ ഇഷ്ടം പിടിച്ചു പറ്റാൻ അവൾ നോക്കിയത്. പക്ഷേ അവൾ ശരിക്കും ഒരു സ്പൈ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നും നമ്മുടെ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത് അവന്തികയാണെന്നും പറയുകയാണ്. അതുപോലെ അനിയെ വിവാഹം കഴിക്കുന്നതിലൂടെ ഇവർ ഉദ്ദേശിച്ചിരുന്നത് മൂർത്തിസ് ജ്വല്ലറിയുടെ അധികാരം കൈക്കലാക്കാനും അതുപോലെ അനന്തപുരി തറവാട് ഇവരെ സ്വന്തമാക്കാനും വേണ്ടിയിട്ടായിരുന്നു. എന്ന എം ഡി സ്ഥാനത്ത് തിരിച്ച് ആദർശേട്ടൻ കയറിയത് ഇവർക്ക് ആർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് ഇവളുമായിട്ടുള്ള അനിയുടെ വിവാഹ നിശ്ചയം നടത്താൻ പാടില്ല എന്ന് തന്നെ നമ്മുടെ നയന പറയുകയാണ് കേട്ടോ. അനാമികയും ഇവളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്നും ഇവൾ ഇതെല്ലാം ചെയ്യുന്നത് ഇവളുടെ അച്ഛന് വേണ്ടിയിട്ടാണെന്നും ഇവളുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തരുതെന്നൊക്കെ നയന തന്നെ പറയുന്നുണ്ട്. അപ്പോഴാണ് അനി ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കും ബോധ്യമാവുന്നത് കേട്ടോ. അവന്തിക നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, അവളുടെ മനസ്സിൽ വേറെന്തോ തന്ത്രം ഉണ്ടെന്നൊക്കെ അനി പറഞ്ഞെങ്കിലും അത് ആരും തന്നെ കേൾക്കാനും കൂട്ടാക്കിയില്ലായിരുന്നു. എന്തായാലും ഇപ്പം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ വിവാഹ നിശ്ചയം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം അവന്തികയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന്തിക നിന്ന് പരുങ്ങുന്നത് കാണുമ്പോഴും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവന്തിക അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കുറേ തർക്കിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ്റെ മുമ്പിൽ അവൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. മുത്തശ്ശനാണെങ്കിലും ഇതെല്ലാം കൂടെ കേട്ട് ആകെ പിടിവിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ ജാനകിയും ജലജയും ഒക്കെ. ജലജയ്ക്ക് നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുന്നത് തന്നെ കലിയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പം അവന്തികയും അബിയും ഒക്കെ നാഗേന്ദ്രയുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തിയെന്നും അതുപോലെ നാഗേന്ദ്രയുമായിട്ട് അവർക്ക് ഇപ്പോഴും ബന്ധമുണ്ടെന്നൊക്കെ അറിയുമ്പോഴേക്കും ജലജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അല്ലേടി, നീ ആ കൊടും ചതിയൻ്റെ കൂടെ അയാളുടെ വാക്ക് കേട്ടാണോടി ഇതൊക്കെ ചെയ്തത്, അയാൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണോട് നീ അനിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ അവന്തികയുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ജാനകിയും ഭയങ്കര ദേഷ്യത്തോടെ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ ജീവിതം വെച്ചാണോട് നീ കളിക്കാൻ നോക്കിയത്, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരം ആയോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജാനകിയും അവന്തിക്കിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ജലജയും ജാനകിയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആകെ കാലിയിളകി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അവന്തികയും അബിയും ഒക്കെ തറവാട്ടിൽ നിന്നുകൊണ്ട് ഈ തറവാടിനെ മുടിപ്പിക്കാനാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും ദേഷ്യപ്പെട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നാഗേന്ദ്രനെ അറിയിക്കുകയും അതുപോലെ എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്, ഇനി നിങ്ങൾ ഈ തറവാട്ടിന് ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവർ രണ്ടുപേരോടും തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. എന്നാൽ ജലജയും ഈ സത്യങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. അബിക്കും അവന്തികയ്ക്കും നാഗേന്ദ്രയുമായി ബന്ധമുള്ള കാര്യമൊന്നും ജലജയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ജലജയോട് മുത്തശ്ശൻ ഒരു ചെറിയ അലിവ് കാണിക്കുന്നുണ്ട്. തൽക്കാലം ജലജ അവിടെ നിന്ന് അടിച്ചിറക്കി വിടുന്നില്ല. എന്നാലും അവന്തികയുടെയും അബിയുടെയും കാര്യത്തിൽ മുത്തശ്ശനെ ഒരു കടുത്ത തീരുമാനം തന്നെ എടുക്കുകയാണ്. ഇനി അനന്തപുരിയിലുള്ളവരുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ലെന്നും ഇനി മേലൽ ഈ പടി ചവിട്ടി ഇങ്ങോട്ടേക്ക് വന്നു പോരെന്നും പറഞ്ഞ് അവരെ താക്കീത് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് മുത്തശ്ശൻ. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം അങ്ങനെ മുടങ്ങുകയാണ് കേട്ടോ. അനിക്കും തൽക്കാലം ആശ്വാസമാവുകയാണ്. നന്ദുവുമായിട്ടുള്ള കല്യാണം അല്പം വൈകിയാലും വേണ്ടില്ല, അവന്തിക എന്ന മരണം എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്നൊരു സമാധാനത്തിലാണ് അനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്